സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അടിച്ചു പൊളിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് ഫോൺ വരുന്നുണ്ട്. ഫോൺ എടുക്കാൻ നമ്മുടെ കോമതി കൂട്ടാക്കുന്നില്ല, ഫോൺ എടുക്കാൻ പേടിയായിട്ട്. പക്ഷേ മീനാക്ഷിയും അതുപോലെ തന്നെ ആര്യനൊക്കെ പറയും ഫോൺ എടുക്കാൻ മാം, ഫോൺ എടുക്കാതിരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫോണിൽ ബാലേട്ടൻ സ്പീക്കറിൽ ഇട്ടിട്ടാണ് സംസാരിക്കുന്നത്. കോമതി എന്തെടുക്കണമെന്ന് ചോദിച്ചപ്പോൾ ബാലേട്ടൻ എപ്പോൾ എത്തി അവിടെ എന്നൊക്കെ ചോദിച്ച് യാത്ര എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ കുഴപ്പമൊന്നുമില്ല കോമതി, നീ എന്തെടുക്കണ്, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, ഇന്നെന്താ കറി എന്നൊക്കെ ചോദിക്കുമ്പോൾ സാമ്പാർ അവിയൽ എന്നൊക്കെയാണ് പറയുന്നത്. ഞാനില്ലാത്ത ആരും നിങ്ങൾ മീനൊന്നും മേടിച്ചിട്ടുണ്ടാവില്ലല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ ബാലേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ കോമതി അതും വിഷമത്തോടെയൊക്കെയാണ് പറയുന്നത്. അത് കേട്ടിട്ട് മക്കൾക്കും എല്ലാവർക്കും വിഷമമൊക്കെ ആവുന്നുണ്ട്. പിന്നീട് അതിനുശേഷം ആര്യനും അനുശ്രീയും പഠിക്കുന്നുണ്ടെന്ന് വെച്ചപ്പോൾ അവർ പഠിക്കുന്നുണ്ട്, രാവിലെ തുടങ്ങിയിരുന്ന് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി, എന്നാൽ ശരി കോമതി കിടന്ന് ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് പിന്നീട് കോമതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോകും. എല്ലാവർക്കും ആകെ വിഷമാവും, വേണ്ടായിരുന്നു എന്നൊരു തോന്നലും വന്ന് എന്തായാലും പിന്നീട് അവർക്ക് ഒരു വിഷമം തന്നെ വരുന്നുണ്ട് ഈ സംഭവം. കാരണം നമ്മുടെ ബാലനെ ചതിച്ച പോലെ ഞാൻ എന്തെല്ലാം തോന്നിയാണ് എൻ്റെ ബാലേട്ടനോട് പറഞ്ഞത്, ഇതൊന്നും വേണ്ടായിരുന്നു മോളേന്ന് മീനാക്ഷിയോട് കോമതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അപ്പൊ മീനാക്ഷി ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്, അമ്മരെ മനസ്സിലാക്കുന്ന ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അമ്മ അത് പുറത്തെടുക്കുന്നില്ല, അച്ഛനെ പേടിച്ചിട്ടൊന്നും പറയുന്നില്ല. ഇപ്പൊ അമ്മ പറഞ്ഞില്ലേ അതിനൊന്നും കുഴപ്പമൊന്നുള്ള കാര്യങ്ങളല്ല അമ്മ എന്നൊക്കെ പറഞ്ഞ് ഗോമതിനെ സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ബാലൻ നമ്മുടെ രാമേട്ടൻ്റെ വീട്ടിൽ ഇങ്ങനെ ചാരി ഇരിക്കുന്നു. ബാല, നിനക്ക് ചാരി കിടക്കാനൊരു കസേരയുണ്ട്, നല്ല ഭക്ഷണം കഴിക്കാനും ഊണുമേശയുണ്ട്, സ്നേഹനിധിയായ ഭാര്യയുണ്ട്, അതിനേക്കാൾ ഒരു നല്ല മക്കളുണ്ട്. എന്നിട്ട് നീ എന്തിനാ ബാല ഈ കുഞ്ഞു വീട്ടിൽ വന്ന് നിൽക്കണേന്ന് ചോദിച്ചപ്പോൾ രാമേട്ട, ഞാൻ ഇതിന് മുന്നേ ഈ വീട്ടിൽ വന്ന് ഈ തറയിൽ കിടന്നിട്ടുണ്ട്, തറയിൽ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, പിന്നെന്താ. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാൽ രാമേട്ടൻ ഞാൻ എല്ലാ ദിവസവും ശമ്പളം തരുന്നുണ്ട്, ഒരു മുടക്കം പോലില്ലാണ്ട് തരുന്നുണ്ട്. പിന്നെ രാമേട്ടൻ എന്തെങ്കിലും ഈ വീടൊന്ന് പുതുക്കി പണിതൂടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്തിനാ ബാല, ഇതിനൊക്കെ എന്താവശ്യം, ജീവിതത്തിന് മുന്നോട്ട് പോകാനായിട്ട് എന്തെങ്കിലും പ്രേരിപ്പിക്കാൻ വല്ലതും വേണ്ടേ, രാമേട്ടൻ കല്യാണം കഴിക്കാത്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട് ഒരു കണക്കിന് കല്യാണം കഴിക്കാണ്ടിരിക്കുന്നതാണ് രാമേട്ടൻ നല്ലത് എന്ന് പറഞ്ഞേ. അത് കേട്ടപ്പോൾ രാമേട്ടൻ ദേഷ്യം വരുന്നുണ്ട്. രാമേട്ടൻ പൊട്ടിത്തെറിക്കുന്ന ബാല, നീ ഇപ്പം ഈ പറഞ്ഞത് അഹങ്കാരമാണ്, ഇത്ര നല്ല ഭാര്യയും മക്കളുള്ള നീയാണോ ഇപ്പം ഈ പറയുന്നത്, നിനക്ക് സ്നേഹിക്കാൻ അറിയുന്ന ഒരു ഭാര്യയും മക്കളും ഉണ്ട്, എന്നിട്ട് നീ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നത്, നീ തെണ്ടിത്തരാണ് പറഞ്ഞപ്പോൾ ഞാൻ അവരെനിക്ക് അധികപ്പറ്റായിട്ടല്ല പറഞ്ഞത്, അവർക്ക് ഞാൻ അധികപ്പറ്റായത് കൊണ്ടൊരു രാമേട്ടാന്ന് പറഞ്ഞപ്പോൾ നീ അതൊക്കെ നിന്റെ തോന്നലാണ്, അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല, നിന്റെ മക്കളെ നീ ആ വരച്ച വരയിൽ നിർത്തുന്നു മാത്രം. പിന്നെ രാവും പകലും അച്ഛൻ്റെ കാല് തൊട്ട് നിറവേക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയി ബാല. പിന്നെ നീ വിചാരിക്കുന്നുണ്ടാവും നിന്റെ മക്കൾക്ക് നിന്നോട് സ്നേഹമില്ല, അത് നല്ല സ്നേഹം തന്നെയുണ്ട്. നിനക്കൊരു പ്രശ്നം വന്നാൽ അവർ 100% സന്തോഷത്തോടെ എല്ലാം അവർ ചെയ്യും. പക്ഷെ നീ അവർക്ക് അതിൻ്റെ അവസരം കൊടുക്കുന്നില്ല. അവർ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും നീ അത് നന്ദിയായിട്ട് പ്രകടിപ്പിക്കുന്നില്ല. നീ അവരെ സ്നേഹിക്കുന്നുണ്ട് ജീവന് തുല്യം, പക്ഷെ നീ പിശുക്ക് കാണിക്കുന്നത് അതിൽ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നീ നിന്റെ ഉള്ളിൽ ആ സ്നേഹം വയ്ക്കുന്നത് അവരോട് പുറത്ത് കാണിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അവറ്റങ്ങൾ ആ വീട്ടിൽ കിടന്നു കഴിഞ്ഞിട്ട് അത്രയും സന്തോഷം കാണിക്കൂലായിരുന്നു. അത് അവരുടെ മനസ്സിലെ സന്തോഷം പുറത്ത് വന്നതുണ്ട്. നീ അതിൽ വിഷമം വിചാരിക്കരുത്, നീ അതിനെ സന്തോഷമായിട്ട് കാണുമെന്നൊക്കെ പറഞ്ഞ് രാമേട്ടൻ ഉപദേശിക്കുമ്പോൾ ബാലൻ മനസ്സിലാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. ബാലേട്ടൻ നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് വന്ന പോലെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ അനുണ് കാണുന്നത്, അച്ഛ അമ്മ അതേ ഓടി വായോ അച്ഛൻ വന്നെന്ന് പറയുമ്പോൾ ബാലേട്ട യാത്രയൊക്കെ എങ്ങനെയുണ്ടായെന്ന് വെച്ച് ഗോമതി നല്ല സന്തോഷത്തോടെ ചോദിക്കുമ്പോൾ യാത്രയൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല കോമതി എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ മക്കളെല്ലാവരും വരുന്നുണ്ട്, എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെ അച്ഛനെ സ്വീകരിക്കും. പിന്നീട് ചോദിക്കുന്നുണ്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട് അനു ആര്യനും നല്ലോണം പഠിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ നല്ലോണം പഠിച്ച്. പിന്നെ ആകാശവും അതുപോലെ തന്നെ ധർമ്മനും കടയിലത്തെ കണക്കുകളൊക്കെ നോക്കി വെച്ചിട്ടില്ലേന്ന് വെച്ചപ്പോൾ ഒരാകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. കണക്ക് ഞാൻ കുളിച്ചിട്ട് വരാം, കണക്ക് പിന്നെ നോക്കാം, എല്ലാം റെഡിയാക്കി വെക്കാനൊക്കെ പറഞ്ഞ് ബാലൻ ഇച്ചിരി ഗൗരവത്തോടെ ഇനി പോകുന്നത്. തിരിഞ്ഞു പോകുമ്പോൾ ആകാശിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ ടേക്കി ടി സി എന്നുള്ള പാട്ട് പാടുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവർക്കും ഞെട്ടുന്നുണ്ട്. ആ സമയത്ത് മീനാക്ഷി പറയുന്നത് ഇത് ഇന്നലെ ആകാശ് പാടിയ പാട്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് ആകെ കൺഫ്യൂഷൻ ആവുന്ന ഒരു ഭാഗമുണ്ട്. പിന്നീട് റൂമിലേക്ക് ചെല്ലുമ്പോൾ ഗോമതിക്കും ടെൻഷനാകും. ഗോമതി റൂമിലേക്ക് ചെല്ലുമ്പോൾ എന്താ ഗോമതി ഇങ്ങനെ നോക്കി നിൽക്കണേന്നൊക്കെ ചോദിക്കും. എന്താ നിന്റെ മുഖം അങ്ങനെ വല്ലാണ്ടിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലേ ബാലേട്ടാന്ന് പറയുന്നുണ്ട്. ഗോമതി എന്നുണ്ടെങ്കിൽ വല്ലാത്ത വിഷമത്തിലാണ്. അങ്ങനെ ബാലേട്ടൻ പെട്ടെന്ന് ഞാൻ എന്തോ പറയുമെന്ന് വിചാരിച്ച് മറന്നുപോയി എന്നൊക്കെ പറഞ്ഞ്, ഇന്നലെ ഞാൻ താമസിച്ച റൂമിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു മലയാളി ഫാമിലിയിലെ അസോസിയേഷൻ്റെ വാർഷികമൊക്കെ ഉണ്ടായിരുന്നു, അവിടെ നല്ല പാട്ടും കൂത്തും ബഹളമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ചു നേരം പോയി കണ്ട്,
അതെ പാട്ട് എന്തുകൊണ്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടണില്ല, എൻ്റെ നാവിൻ്റെ തുമ്പിലുണ്ടെന്നൊക്കെ പറയും. അപ്പം പെട്ടെന്ന് കോമതി പറയും പാട്ട് എന്തെങ്കിലും ആവട്ടെ, ബാലേട്ടൻ പോയി കുളിച്ചു പോവാൻ, ഞാൻ ഭക്ഷണം എടുത്ത് വയ്ക്കാന്ന് പറയുമ്പോൾ അങ്ങനെ കോമതി തിരിഞ്ഞ് നടക്കാൻ പോകുമ്പോൾ എൻ്റെ എല്ലാം എല്ലാം അല്ലേ എന്നുള്ള പാട്ട് നമ്മുടെ ബാലൻ പാടുമ്പോൾ കോമതിക്ക് എല്ലാം പൂർത്തിയായി മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ബാലൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ വായ പൊത്തിപ്പിടിച്ച് കഴിഞ്ഞിട്ട് കരയുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ അതിനെപ്പറ്റി കാണിക്കുന്നില്ല. പിന്നെ കാണിക്കുന്നത് കോമതി സ്റ്റോഴ്സിൽ ധർമ്മനും ആകാശും കൂടി അകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നമ്മുടെ രാമേട്ടനും വരുന്നുണ്ട്. ആ സമയത്ത് മറ്റൊരാൾ വന്നിട്ട് വെളിച്ചെണ്ണ ചോദിക്കുമ്പോൾ വെളിച്ചെണ്ണ എടുത്തു കൊടുക്കാൻ പോകുമ്പോൾ ധർമ്മ, സാധാരണ നിങ്ങൾ ഞായറാഴ്ച കട തുറക്കാറില്ലല്ലോ, ഇന്നലെ തുറന്നിട്ടുണ്ടായില്ല. ഇന്നലെ ആരും കോമതി സ്റ്റോഴ്സ് തുറന്നിട്ടൊന്നും ഉണ്ടായില്ല, ഒന്ന് പോടുന്നു. രാമേട്ടൻ പറയുന്നത്, ഈ രാമേട്ടനും ബാലേട്ടനും ഇരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാന്ന് പറഞ്ഞപ്പോൾ നീയൊന്ന് പോയ ബാലേട്ടൻ ഇവിടെ ഉണ്ടായില്ല, കോയമ്പത്തൂർ എന്നൊക്കെ പറയും. എനിക്ക് കണ്ണിൻ്റെ കാഴ്ചക്കുറവൊന്നുമില്ല, നിങ്ങളെ ഞാൻ കണ്ടതെന്ന് പറയും. അങ്ങനെ ധർമ്മനും ആകാശം കൂടി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നൊക്കെയുണ്ട്, എന്താവും ഇങ്ങനെയൊക്കെ പറയണേന്നൊക്കെ ആലോചിച്ചിട്ട്. അതേസമയം തന്നെ പെട്ടെന്ന് ബാലൻ വരുമ്പോൾ അതേ ബാലനോട് ചോദിച്ചു നോക്കും, ബാല നീ ഞാനും നല്ല കടയിലുണ്ടായി എന്നുള്ളപ്പം പറയണേന്ന്, കോയമ്പത്തൂർ പോയാൽ ഞാൻ എങ്ങനെയാണ് കടയിലുണ്ടാവുകയെന്ന് പറയും. ആ സമയത്ത് വെളിച്ചെണ്ണ അയാളുടെ കയ്യിൽ ബലമായി പിടിച്ചിട്ട് എന്താ കാശും മേടിച്ച് രാമേട്ടൻ അയാളെ പറഞ്ഞയക്കും. എന്നാൽ പിന്നെ മിനിഞ്ഞാന്നായിരിക്കും ശരിയെന്ന് പറഞ്ഞവർ പോവും. അതിനുശേഷം ബാലൻ അവിടെ കസേരയിൽ ഇരിക്കും. കസേരയിൽ ഇരുന്നിട്ട് പെട്ടെന്ന് തന്നെ ഈ എൻ്റെ എല്ലാം എല്ലാം അല്ലേ എന്നുള്ള പാട്ട് പാടുന്നുണ്ട്. എൻ്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ധർമ്മനും ആകാശിനും ഇതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇന്നലെ പാടിയ പാട്ടുള്ളതെന്നൊക്കെ ആലോചിക്കുന്നത്. രാമേട്ട ബാല നീ നന്നായി പാട്ട് പാടുണ്ടല്ലോ എന്ന് രാമേട്ടൻ ചോദിക്കും. പറയും അതെ, ഇന്നലെ ഞാൻ പോയ താമസിച്ച ഹോട്ടലിൻ്റെ അപ്പുറത്ത് ഒരു മലയാളികളുടെ അസോസിയേഷൻ ഉണ്ടായിരുന്നു, അവിടെ പരിപാടിയിലുണ്ടായ പാട്ടാണ്. അവർ ഭയങ്കര ആഘോഷമൊക്കെ ആയിരുന്നു അവരുടെ പാട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ധർമ്മനും അതുപോലെ തന്നെ ആകാശവും ഇങ്ങനെ വിളറി വെളുത്ത് നിൽക്കണ്. ആ സമയത്ത് പറയുന്നുണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു, മട്ടൻ ബിരിയാണിയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരാകെ വല്ലാണ്ടാവുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ രാമേട്ടന് മനസ്സിലാവണില്ല. അങ്ങനെ ആകാശ് പെട്ടെന്ന് തന്നെ കടയുടെ പുറത്തേക്ക് ഇറങ്ങിയായിട്ട് ആര്യനെ ഫോൺ ചെയ്യും. ആര്യ, അച്ഛൻ ഇന്നലെ കോയമ്പത്തൂർ പോയിട്ടില്ലടാ തീർച്ചയായിരുന്നു പറയും. ഏട്ടൻ എന്തീ പറയുന്നതെന്ന് ചോദിക്കും. അതേടാ, ഒരാൾ കടയിൽ വന്നപ്പോൾ പറഞ്ഞു ഇന്നലെ രാമേട്ടനും ബാലേട്ടനും കൂടി അച്ഛനും കൂടി കടയിലിരിക്കുന്ന കണ്ടെന്നുണ്ടാ പറയണേന്ന് പറഞ്ഞ്. അത് മാത്രല്ലടാ, നമ്മൾ കഴിച്ച ഭക്ഷണവും അതുപോലെ തന്നെ നമ്മൾ പാടിയ പാട്ടൊക്കെ അച്ഛൻ കൂടി ഇന്ന് പാടുന്നുണ്ടടാ, ഉറപ്പുണ്ട് അച്ഛൻ പോയിട്ടില്ല എന്ന്. അത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ അച്ഛൻ ഉണ്ടായിട്ടുണ്ടടാ എന്ന് പറയുമ്പോൾ ആര്യനാകെ ഞെട്ടിധരിച്ച് ഫോൺ വയ്ക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ധർമ്മൻ വാതിൽ തുറന്നു കഴിഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണമംഗലത്തേക്ക് വരുന്നുണ്ട്. ഒരു പൊതിയൊക്കെ ഉണ്ട്, വറവ് അമ്മയ്ക്കും കൊണ്ട് വരുന്നതാണ്. ആ സമയത്ത് മൂത്തേട്ടൻ കാണുന്നുണ്ട്. എടാ എന്നൊന്ന് വിളിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. എന്നിട്ടാണ് പൊതിയായിട്ട് വരുന്നതെന്ന് വെച്ചപ്പോൾ ഞാനേ ഈ അമ്മയ്ക്ക് ഉള്ള മരുന്നും കൊണ്ടുവരുന്നതാണ്, നീ അമ്മയ്ക്ക് മധുരപലഹാരങ്ങൾ കൊടുത്ത് ഷുഗർ കൂട്ടുന്നു വെച്ചപ്പോൾ ഇതിൽ ഷുഗറൊന്നുമില്ല, ഇതിൽ സ്നേഹം മാത്രമേ ഉള്ളൂ, ഞാൻ എൻ്റെ അമ്മനെ കാണാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ എടാ നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കും. എന്ത് കല്യാണമല്ലേ, ഒരാഴ്ചയ്ക്ക് മുന്നേ നീ ഇവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോൾ എന്ത് ജോലിക്കാരായിട്ടാണോ എന്ന് ചോദിക്കും. എന്താടാ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അല്ല മിത്ര എൻ്റെയും കൂടി മോളല്ലേ ഏട്ടാ, എന്നിട്ട് കല്യാണമൊന്നും ഞാൻ അറിഞ്ഞ് കല്യാണം ഉറപ്പിച്ചത് ഞാൻ അറിഞ്ഞ്, പക്ഷെ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല, എന്നെ ഒന്നും വിളിച്ചില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പം പെട്ടെന്ന് അവർക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. അപ്പം അമ്മ വന്ന് പറയും പോട്ടെ സാരില്ലടാ മോനെ എന്നൊക്കെ പറയും. ആ സമയത്ത് ചേച്ചിയും വരും, ചേട്ടത്തിയും വരും, മൂത്ത ചേട്ടത്തിയും വരും. അപ്പം ആനന്ദവർമ്മ പറയുന്നുണ്ട്, എടാ നീ ഒരാഴ്ച കോമതി സ്റ്റോഴ്സിൽ പോകണ്ട, നീ ഇവിടെ ഉണ്ടാവണം, നിനക്ക് അതിനുള്ള പണം എത്രയെന്ന് വെച്ചാൽ ഞാൻ തരാമെന്ന് പറയും. ഇപ്പോൾ ഏട്ടൻ എത്ര തരും? 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും കോമതി സ്റ്റോഴ്സ് വിട്ട് ഞാൻ പോരില്ല, അത് എൻ്റെ ജീവനും പ്രാണനുമാണ്. എനിക്ക് ഏറ്റവും വലുത് ഇപ്പോൾ കോമതി സ്റ്റോഴ്സ് തന്നെയാണ്. പിന്നെ ഇവിടെ ഞാനുണ്ടാവും, ഞാൻ വരും, ഭക്ഷണം വിളമ്പേ പാത്രം കഴുകേ എന്ത് വേണമെങ്കിലും എൻ്റെ സഹായം ഉണ്ടാവും. പക്ഷേ കോമതി സ്റ്റോഴ്സ് വിട്ടിട്ടുള്ളൊരു കളിയില്ല ഏട്ടാ, കോമതി സ്റ്റോഴ്സ് ഉപേക്ഷിച്ച് എന്നോട് വരാനും പറയണ്ട, മിത്ര എൻ്റെ മോളായതുകൊണ്ട് മിത്രയുടെ കല്യാണത്തിന് ഞാൻ സഹകരിക്കും എന്ന് പറഞ്ഞ് ധർമ്മൻ ഇങ്ങനെ വിഷമത്തോടെ ഏട്ടൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഏട്ടന് നല്ല വിഷമാവുന്നുണ്ട്. അങ്ങനെ ആനന്ദവർമ്മ വിഷമത്തോടെ ധർമ്മനെ നോക്കി നിൽക്കുന്നവരാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.